ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ എക്സ്പ്ലെയിൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ അമേസിംഗ് ബോയ് ഫ്രണ്ട് സീസൺ 2 14ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ പോലീസുകാരൻ ആ മരിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പൊ അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോലീസുകാരൻ ഗണ്ണും പിടിച്ച് നിൽക്കുന്നുണ്ട്. ആരെയും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വേറെ ആരുടെയും വോയിസ് മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത്. ഇവനും പറയുന്നുണ്ട്, നീ എവിടെ പോയി ഓടിച്ചു കഴിഞ്ഞാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും. പെട്ടെന്ന് തന്നെ ആ വോയിസ് ഒക്കെ നിന്നിട്ട് ഇവന്റെ കഴുത്തുകാര് പിടിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എന്നെ വിടെന്നും പറഞ്ഞ് ഉറക്കെ കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. സീൻ കെട്ടി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. നമ്മുടെ പോലീസുകാരന്റെ കൂടെ തന്നെ അവന്റെ 2 അസിസ്റ്റന്റ് ഉണ്ടല്ലോ. അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവന്റെ അടുത്ത് പോയിട്ട്, സാർ നിങ്ങൾ ഇനി ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പോലീസുകാരൻ അവന്റെ റൂമിൽ തന്നെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഇവന് ഇത്രയും നേരം സ്വപ്നം കാണുമായിരുന്നു. സീൻ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. അവൻ കിടക്കുന്നുണ്ടെങ്കിലും അവന് ഉറക്കമൊന്നും വരുന്നില്ല. അവൻ നമ്മുടെ ഹീറോയിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. ഇവൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു വെച്ച മോതിരം നോക്കിക്കൊണ്ടിരിക്കും കുറെ നേരം. എന്നിട്ട് എന്നാ പോയി കിടക്കാന്നും പറഞ്ഞ് അങ്ങനെ പോയി കിടക്കുന്നുണ്ട്. ഇവൻ അങ്ങനെ തന്നെ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവനത് കേട്ടതും പെട്ടെന്ന് തന്നെ ഓടി പോയി നോക്കുവാണ്. ഇവൻ അവിടെ പോയി നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ എവിടെയും കാണുന്നില്ല. നോക്കുമ്പോൾ അവിടെ അടുക്കളയിൽ വീണ് കിടക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. ഇവനും അവൾ അവിടുന്ന് വേഗം എടുത്തിട്ട് ബെഡിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അങ്ങനെ അവൾ എണീറ്റിട്ട് ഇനി പോവാന്നും പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കുവായിരിക്കും. നോക്കിക്കഴിഞ്ഞ് നേരം എടുത്തിട്ടും ഇവള് എണീക്കുന്നത് കാണുന്നില്ല. ഇവനും എന്താ ഇവിടെ ഇത്രയും നേരം കിടന്നുറങ്ങുന്നേ, എന്ത് പറ്റിയെന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കുവായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് മോൺസ്റ്റർ കേട് അങ്കിളിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൾക്ക് തീരെ വയ്യ. ഇപ്പൊ നമ്മൾ ഈ കാര്യം അവരുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോ നമ്മുടെ ഹീറോയും സമ്മതിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഹീറോയിൻ എണീറ്റതും ഹീറോ തൊട്ടടുത്തായിട്ട് തന്നെ കിടക്കുന്നതാണ് കാണുന്നത്. നീ ഇവിടെ തന്നെ കിടന്നുറങ്ങിയെന്നും പറഞ്ഞ് അവനെ തലോടാൻ വേണ്ടി പോകുമ്പോ ഇവളെ കൊണ്ട് അവനെ തൊടാൻ സാധിക്കുന്നില്ല. എന്തു പറ്റിയെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ തിരിഞ്ഞതും അവളുടെ ശരീരം മാത്രം അവിടെ കിടക്കുന്നുണ്ട്. ഇവളുടെ ആത്മാവ് മാത്രമായിരിക്കും എണീറ്റിട്ടുള്ളത്. ഇവൾക്കും പെട്ടെന്ന് ഷോക്ക് ആയിട്ടുണ്ടായിരിക്കും. ഇവളുടെ ആത്മാവ് പെട്ടെന്ന് തന്നെ ഇവളുടെ അമ്മയുടെ അച്ഛന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവളുടെ അച്ഛനും അമ്മയും വളരെ ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. അതൊക്കെ കാണുമ്പോൾ ഇവൾക്കും വളരെ സന്തോഷമാവുന്നുണ്ട്. ഇവളും കുറെ നേരമൊന്നും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എന്തായാലും എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഹീറോന്റെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് തിരിഞ്ഞു ഓടിയതും ഇവിടെ നേരെ ഇവളുടെ മുത്തശ്ശന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇവളുടെ മുത്തശ്ശനും അങ്കിളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്തോട്ട് പോവാൻ നിൽക്കുമ്പോ തന്നെ ഇവളും നേരെ ഏതോ ഒരു ഇരുട്ട് അറയിലോട്ടാണ് പോയി എത്തുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവളുടെ മുത്തശ്ശി ഇവളോട് സംസാരിക്കുന്നതായിട്ടായിരിക്കും ഇവൾക്ക് കേൾക്കുന്നത്. മോളെ എന്റെ അടുത്തോട്ട് വാ എന്നൊക്കെ പറയുന്ന പോലെ ഇവളും എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടി ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ട്. സീൻ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. അവനും വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ എന്തായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ട് നോക്കുമ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ഒരു അനക്കും ഇല്ലാതെ അതേ കടത്തുമായിരിക്കും. അറ്റ്ലീസ്റ്റ് ശ്വാസം എങ്കിലും എടുക്കുന്നുണ്ടോ നോക്കുമ്പോൾ അവൾക്ക് ശ്വാസം പോലും ഉണ്ടാവത്തില്ല. ഇവള് ഓരോ സ്റ്റെപ്സ് എടുത്ത് വെക്കുമ്പോഴും ഇവന് ഹേർട്ട് പെയിനും നല്ലവണ്ണം കൂടുന്നുണ്ടായിരിക്കും. ഇവനും പെയിന് താങ്ങാതെ നിലത്ത് കിടക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും അതുപോലെ തന്നെ ഡോക്ടറും അവിടെ എത്തുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു അനക്കവും ഇല്ലാതെ കിടക്കുന്നുണ്ടായിരിക്കും. അത് കണ്ടിട്ട് ഡോക്ടറും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ റൂമിനകത്തോട്ട് എൻട്രി ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ തന്നെ അവളുടെ മകൻ അവളുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ അങ്ങോട്ട് പോകരുത്, ഞാൻ പറയുന്ന ഒരു നിമിഷം കേക്ക്, അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇവളുടെ പേര് പറഞ്ഞ് കരയുന്നതായിട്ടായിരിക്കും ഇവൾക്ക് കേൾക്കുന്നത്. ഇത് കേട്ടതും നമ്മുടെ ഹീറോയിനും നമുക്ക് ഹീറോയുടെ അടുത്ത് തന്നെ പോകണമെന്നും പറഞ്ഞ് തിരിച്ചു ഓടുന്നുണ്ട്. സീൻ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് തന്നെ എണീക്കണമെന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവളും മെല്ലെ കണ്ണു തുറക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോഴായിരിക്കും സമാധാനമായിട്ടുള്ളത്. ഹീറോയിനാണെന്നുണ്ടെങ്കിലും ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവളും ആ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇവനും അതെല്ലാം വെറും സ്വപ്നമാണ്, അതെന്തായാലും നീ ഇത്രയും നേരം ഒന്ന് കിടന്നുറങ്ങണ്ട, നീ ഇങ്ങനെ എണീറ്റായിരിക്കുമ്പോ എനിക്കാണ് കൂടുതൽ പെയിൻ ആവുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവന്റെ ഫീലിങ്സ് എല്ലാം ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവന്റെ കരച്ചിൽ കേട്ടിട്ട് ഇവൾക്കും ഒരുപാട് വിഷമമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവളും പറയുന്നുണ്ട്, ഓക്കെ നീ കരയണ്ട, ഞാൻ എന്തായാലും എന്റെ ശരീരം ഇനി നോക്കിക്കോളാം, കറക്റ്റ് ടൈമിന് ഫുഡ് കഴിച്ചോളാം, അതുപോലെ തന്നെ കുറെ നേരം ഒന്നും ഇനി ഉറങ്ങത്തില്ല. നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററിന്റെ പ്ലാൻ നമ്മുടെ ഹീറോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയും മെല്ലെ തന്നെ ഇവളുടെ അടുത്തും ഈ കാര്യം പറയാൻ നോക്കുന്നുണ്ട്. നീ എന്തായാലും സേഫ് ആയിട്ടിരിക്കണം, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേറെ എന്തെങ്കിലും വഴി നോക്കിയാലോ. ഇവളും പറയുന്നുണ്ട്, ഓക്കെ എന്ത് വഴിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞാണ്, എനിക്ക് ഇതിന് നേരെ ജീവനോടെ തന്നെ വേണം, കാരണം ഇത് നമ്മുടെ കുഞ്ഞാണെന്നും പറഞ്ഞിട്ട് ഇവളും കരയുന്നുണ്ട്. ഇവിടെ താഴത്ത് നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും ഡോക്ടറും എല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിനും ഫ്രഷ് ആയിട്ട് ഇവരടുത്ത് വന്നിട്ട് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. ഡോക്ടറും പറയുന്നുണ്ട്, നിങ്ങളുടെ വയറ്റിലുള്ളത് ഒരു മോൺസ്റ്ററിന്റെ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവന് ഒരു ആപത്താണ്, നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം നേരങ്ങത്തിൽ നോക്കണം, പിന്നെ ഇതിനായിട്ട് ഞാൻ
ഞാനും വേറൊരു മെത്തേഡും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവളൊരു മോൺസ്റ്റർ ആണ്. സോ കുഞ്ഞിനും അവൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങളും സേഫ് ആയിട്ടിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇവളുടെ കുഞ്ഞിനെ ഇവളുടെ വയറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററിന്റെ വയറ്റിലേക്കുക എന്നുള്ള രീതിയിലുള്ള മെത്തേഡാണ് ഇവരുടെ പറഞ്ഞിട്ടുണ്ടാവുക. ഇവൾക്കും ഫസ്റ്റ് കേൾക്കുമ്പോൾ ഷോക്ക് ആയിട്ടുണ്ടെങ്കിലും ഇവിടെ സമ്മതിക്കുന്നൊന്നുമില്ല. എങ്കിലും ഇവളുടെ കുഞ്ഞിന് ജീവനോട് കിട്ടണമെന്നുള്ള ഒരു രീതിയിൽ ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനെ ഒടുവിൽ ഇവളും സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ തന്നെ ഒരുപാട് വൈകി, നമുക്ക് ഇനി എന്തായാലും വൈകിച്ചൂടെ, നാളെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ എല്ലാം ചെയ്യണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറും ഫ്രണ്ട് മോൺസ്റ്ററും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ പോയതിനു ശേഷം നമ്മുടെ ഹീറോയെ നോക്കിക്കൊണ്ട് തന്നെ ഒരുപാട് ഫീൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും നാളെ മുതൽ ഈ കുഞ്ഞ് എന്റെ വയറ്റിൽ ഉണ്ടാവത്തില്ല, നീ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞ് എന്റെ വയറ്റിലുണ്ടാവുകൊണ്ടല്ലേ ഇത്രയും കാലം എന്നെ നേരങ്ങത്തിന് നോക്കി. ഇനിയിപ്പോ എന്തായാലും അതിന്റെ ആവശ്യമൊന്നുമില്ല, നാളെ മുതൽ കുഞ്ഞു എന്റെ വയറ്റിൽ നിന്ന് പോകും, നിനക്കും വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് പോവാം. ഞാനും നിന്നെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ട് ശല്യപ്പെടുത്തത്തോ ഒന്നുമില്ല, കാരണം നീ ഒരു മോൺസ്റ്ററുമാണ്, ഞാനൊരു മനുഷ്യനാണ്. ഒരിക്കലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. നീ എന്തായാലും നിന്റെ ഇഷ്ടം പോലെ തന്നെ നിന്റെ ജീവിതം കൊണ്ടുവെക്കോ. ഇനിയിപ്പോ നിനക്ക് എന്നെ വിട്ട് പോകണമെന്നുണ്ടെങ്കിലും നിനക്ക് സന്തോഷമായിട്ട് തന്നെ പോവാം. ഇത്രയും കാലം ഞാൻ നിന്നെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എന്തായാലും ഇനി അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവളും കുറച്ച് ഫീൽ ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നീ എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഞാൻ എല്ലാം സന്തോഷത്തോടെ തന്നെയാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ കൂടെ ഉള്ളപ്പോ എല്ലാ ടൈമും ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ് ഉള്ളത്. ഇത്രയും കാലം നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം. ഇനി നമുക്ക് നമ്മുടെ ലൈഫ് ന്യൂ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്തായാലും ഇത്രയും കാലമായിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഡേറ്റിന് പോലും പോയിട്ടില്ല. ഇതിനുശേഷം നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്നുള്ള രീതിയിൽ ഇവൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് പോവാന്നുള്ള രീതിയിൽ ഇവനും സമ്മതിക്കുന്നുണ്ട്. ദിവസം തന്നെ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും അതുപോലെ തന്നെ ഹീറോയിനും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിന് കുറച്ച് പേടിയുള്ളത് കണ്ടിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും ഇവളുടെ കൈ പിടിച്ചിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ഒന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, നിന്റെ കുഞ്ഞിനെ സേഫ് ആയിട്ട് നിന്റെ കൈ തരുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ നീ ഒന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നല്ലപോലെ തന്നെ നടക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും ഹീറോയുടെ ബ്ലഡ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിലും ഹീറോയിൻ തന്നെ ആയിരിക്കും നോക്കുന്നത്. ഇത് കണ്ട ഡോക്ടറും, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്റെ കുഞ്ഞിനും അവൾക്കും ഒന്നും സംഭവിക്കില്ല, എല്ലാം സേഫ് ആയിട്ട് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നുണ്ട്. ഹീറോയിനെയും ഫ്രണ്ട് മോൺസ്റ്ററിനെയും ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് പുറത്ത് നിന്നിട്ട് നമ്മുടെ ഹീറോയും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയതും ഇവനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് നിന്നിട്ട് ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ. അവൾക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ എപ്പിസോഡും അവസാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.